സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കാം. 4-ാം അധ്യായം, അതിൻ്റെ 25 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവർ വായിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ച് ഇരിക്കുക. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്നാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിൽ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുമായി ചേർന്നുകൊണ്ട് ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുന്നതായ ദൈവമക്കളെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളായിട്ട് ദൈവസഭയിലെ കൂട്ടായ്മ ആചരിക്കുന്നവർ എങ്ങനെ ജീവിക്കണം എന്നാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത്. ലോകക്കാരെ പോലെ തന്നെ നാം ജീവിക്കുകയാണ് എങ്കിൽ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് പ്രയോജനമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും എല്ലാവരെയും പോലെ കോപിച്ചും വഴക്കുണ്ടാക്കിയും പാപം ചെയ്തും ദുഷ്പ്രവർത്തിക്ക് ഇടം കൊടുത്തും ദുശീലത്തിന് ഇടം കൊടുത്തും ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതായ വ്യക്തിയാണെങ്കിൽ അവൻ പേരുകൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനി, അല്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുക ഇല്ല. നമ്മുടെ പിതാക്കന്മാർ ക്രിസ്ത്യാനികളായിരിക്കുന്നത് കൊണ്ട് നമ്മളും ക്രിസ്ത്യാനികളായിരിക്കുന്നു എന്ന് പറയുന്നത് അജ്ഞാനമാണ്. ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും. ദൈവത്തിന് മകനും മകളുമാണ് ഉള്ളത്, അല്ലാതെ കൊച്ചുമകനും കൊച്ചുമകളും ഉണ്ടോ? ഇല്ല. ഞാൻ യേശുവിൽ വിശ്വസിച്ച ഞാൻ യേശുവിന്റെ മകനാകുന്നു. എൻ്റെ മകൻ യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് അവനും യേശുവിന്റെ മകനാകുന്നു. അവന്റെ മകൻ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ മകനും ദൈവത്തിന്റെ മകനാകുന്നു. അല്ലാതെ ദൈവദാസൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ദൈവദാസന്റെ മകൻ ദൈവത്തിൻ്റെ കൊച്ചുമകനും മകൻ്റെ മകൻ കൊച്ചുമകൻ്റെ മകനും ആകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. പലരും പറയുന്നുണ്ട് ഇത് മതം മാറ്റുന്നതാണ്. ഇത് മതം മാറ്റുന്നത് മതത്തിൽ കൂട്ടുന്നതല്ല. നമ്മുടെ മദ്രാസിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ അവർ ചോദിക്കാനും എന്താണ് നിങ്ങളും അതിലേക്ക് ചേർന്നോ, എന്താണ് ഇതിൽ ചേരേണ്ടതെന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരിക്കലും മതത്തിൽ ചേരുന്നതായ കാര്യമല്ല. ഈസ്റ്റ് വെസ്റ്റ് ഗോദാവരി ചെല്ലുകയാണെങ്കിൽ ആളുകൾ ചോദിക്കും എന്താണ് നിങ്ങളും അതിലേക്ക് ഇറങ്ങിയോ? എന്തിലേക്ക് ഇറങ്ങി? മതത്തിൽ ഇറങ്ങിയോ എന്ന്. എന്താണ് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണം ഞങ്ങൾ ഇറങ്ങുകയല്ല, ഞങ്ങൾ കയറുകയാണ് ചെയ്യുന്നതെന്ന്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുമ്പോൾ അത് പാതാളത്തിലേക്ക് ഇറങ്ങി പോകുന്നതല്ല, അത് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ വിശ്വസിക്കുന്നവർ സ്വർഗീയ യാത്രയിലായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണോ? വിശ്വസിച്ച് സ്നാനപ്പെട്ടവർ ഒന്ന് കരങ്ങൾ ഉയർത്താമോ? അബ്ബാ, നല്ല കാര്യം. എങ്കിൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഈ ദിവസം ദൈവം പറയുന്നതായ വചനങ്ങൾ കേൾക്കൂ. ആകയാൽ ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. നമ്മൾ എന്ന് പറയുമ്പോൾ ആരാണ്? യേശുവിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സഭയിലായിരിക്കുന്ന നാം തമ്മിൽ എങ്ങനെയുള്ളവരാണ്? അവയവങ്ങൾ അല്ലോ. എന്താണ് പറയുന്നത്? നാം തമ്മിൽ അവയവങ്ങൾ ആണല്ലോ. നമ്മുടെ ശരീരത്തിൽ നമുക്ക് അവയവങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്ര കൈകളുണ്ട്? നിങ്ങളെല്ലാവരും സംസാരിക്കണം കേട്ടോ. എത്ര കൈകളുണ്ട്? 5? 2 കൈകളുണ്ട്. 2 കൈകൾ എത്ര ശരീരത്തിന് വേണ്ടിയുള്ളതാണ്? ഒരു ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ആയിരിക്കുന്നു. നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആയിരിക്കുന്നു.
ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുവാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കൈയെ വഞ്ചിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കൈക്ക് മറ്റേ കൈ അറിയാതെ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ സാധിക്കുമോ? എന്താണ്? ഈ കൈ അറിയാതെ ഈ കൈക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ കൈക്ക് വേദനയുണ്ടാകുമ്പോൾ ഈ കൈക്ക് വേദന ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ നമുക്ക് 2 കണ്ണുകളുണ്ട്. എത്ര കണ്ണുകളാണുള്ളത്? 2 കണ്ണുകൊണ്ട്, ഒരു കണ്ണുകൊണ്ട് ഇടത്തോട്ടും ഒരു കണ്ണുകൊണ്ട് വലത്തോട്ടും നോക്കുവാൻ ശ്രമിക്കുക. വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. ഒരു കണ്ണുകൊണ്ട് ഈ വശത്തേക്കും ഒരു കണ്ണുകൊണ്ട് ആ വശത്തേക്കും നോക്കാൻ ശ്രമിക്കുക. ഒരു രാത്രി മുഴുവനും അല്ലെങ്കിൽ വർഷം മുഴുവനും നിങ്ങൾ പരിശ്രമിച്ചാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കോങ്കണ്ണുണ്ടായേക്കാം. എന്നാലും നിങ്ങളുടെ കണ്ണുകൾക്ക് 2 വശങ്ങളിലേക്ക് നോക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് 2 കാലുകളുണ്ട്. ഒരു കാലുകൊണ്ട് സിനിമയ്ക്കും ഒരു കാലുകൊണ്ട് ചർച്ചിലേക്കും പോകാൻ കഴിയുമോ? ഒരു കാലിനോട് പറയാ നീ ചർച്ചിലേക്ക് പോകുക, ഒരു കാലിനോട് പറയുക നീ സിനിമ ഹാളിലേക്ക് പോകാൻ. അങ്ങനെ കഴിയുകയില്ല. പോവുകയാണെങ്കിൽ 2 കാലും ഒരുമിച്ച് സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ഒരുമിച്ച് ചർച്ചിലേക്ക് പോകും. അതുപോലെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം ദൈവത്തിന്റെ സഭയിൽ വന്നു കഴിഞ്ഞാൽ നമ്മിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരാളെ മറ്റൊരാൾ നിന്ദിക്കുവാൻ പാടില്ല, ഒരാളെ മറ്റൊരാൾ കുറ്റം പറയുവാൻ പാടില്ല, പരസ്പരം വഞ്ചിക്കുവാനോ പരസ്പരം കളിയാക്കുവാനോ പാടില്ല, ഒരാൾക്ക് ഒരാൾ ദോഷം ചെയ്യുവാൻ പാടില്ല, ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ കാലത്ത് ദൈവം ആദാമിനെ സൃഷ്ടിച്ച സമയത്ത്, ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം ആദാമിനെ നോക്കിയപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത്? മനുഷ്യൻ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതാണെന്നോ? എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് അവന് തക്കതായ ഒരു തുണ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം ഹൗവയെ സൃഷ്ടിക്കുവാനിടയായി. അവർ എങ്ങനെയായിരിക്കും? ഏക ശരീരമായിട്ട് ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലാണ് നമ്മുടെ സഭയുടെ കാര്യവും. ഈ ദിവസം കർത്താവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ അവൻ്റെ സഭ മുഴുവനും ഒറ്റ ശരീരമായിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പിശാചിന്റെ പണി എന്താണെന്നറിയാമോ? മനുഷ്യനെയും തമ്മിൽ വേർപിരിക്കുകയാണ്. മനുഷ്യന്റെ ഇടയ്ക്ക് വന്നിട്ട് അവൻ പ്രവർത്തിച്ചിട്ട് അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദാമിനും ഹവ്വായ്ക്കും തമ്മിൽ എത്രമാത്രം ഐക്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ആദാമിന്റെ മുൻപിൽ ഹവ്വായെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും, നരനിൽ നിന്ന് നീ സൃഷ്ടിക്കപ്പെട്ടവളാകിയാൽ നീ നാരി എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവളെ ആലിംഗനം ചെയ്യുവാനിടയായി. അത്രത്തോളം സ്നേഹമാണ്. എൻ്റെ രക്തമാണ്, എൻ്റെ മാംസമാണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് വന്നവളാണ്, എൻ്റെ പ്രിയ സഖിയാണ്, എൻ്റെ ഭാര്യയാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി കൊച്ചുകുട്ടികളെ പോലെ അവർ ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നു കർത്താവ് വരുന്നതായ സമയത്ത് അവർ സ്നേഹത്തോടെ ഓടിച്ചെന്നിട്ട് കർത്താവിൻ്റെ മടിയിൽ കയറിയിരുന്ന കഥകൾ പറയുമായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇടയ്ക്കൊരുവൻ ഇറങ്ങി വരുവാനിടയായി. ആരാണ് വന്നത്? പിശാച് വരുവാനിടയായി, വന്നിട്ട് വഞ്ചിക്കുവാനിടയായി. പറയുക, ആരെയാണ് വഞ്ചിച്ചത്? ആരെയാണ് പിശാച് വഞ്ചിച്ചത്? ആരാണ് പെട്ടെന്ന് വഞ്ചിക്കപ്പെടുന്നത്? പുരുഷന്മാരാണോ സ്ത്രീകളാണോ? ആരാണ്? കാരണം എന്താണ്? നിങ്ങൾ നല്ലവരായതുകൊണ്ട്. എന്താണ്? സ്ത്രീകളെ വഞ്ചിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നന്മയുള്ള സ്വഭാവത്തെ, നിങ്ങളുടെ മൃദുത്വത്തെയും നിങ്ങളുടെ ശാന്തതയും നിങ്ങളുടെ സ്നേഹത്തെയും ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ശ്രമിക്കാറുണ്ട്, നിങ്ങളുടെ മക്കൾ ശ്രമിക്കാറുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകർ ശ്രമിക്കാറുണ്ട്, വെളിയിലുള്ള ആളുകൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കണം. എന്താണ്? സ്ത്രീ അത് കേട്ട് വിശ്വസിച്ച പഴം തിന്നതിന് ശേഷം ബാക്കിയുള്ള പഴം ആദാമിനും കൊടുക്കുവാനിടയായി. എന്നാൽ പിന്നെ ആദാം എന്തുകൊണ്ടാണ് അത് ഭക്ഷിച്ചത്? നീ തിന്നാൽ പിന്നെ ഞാനും തിന്നതുപോലെയാണ്, കാരണം ഏക ശരീരമാകുന്നുവല്ലോ. നീ തിന്ന നീ ചാവൂ, ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? രണ്ടും ഒരു ശരീരമാണല്ലോ. അതുകൊണ്ട് നീ മരിച്ചാൽ ഞാനും മരിക്കാം എന്ന രീതിയിലാണ് കഴിക്കാനിടയായത്. അന്നു മുതൽ 2 പേർക്കും തമ്മിലുള്ളതായ സ്നേഹം കൂടുതലായോ കുറഞ്ഞുപോയോ? സ്നേഹം കൂടുവാനിടയായോ കുറഞ്ഞുപോയോ? കൂടാനിടയായോ? ദൈവം വന്ന് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ ഭയന്നിട്ട് മരത്തിന് പിൻപിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? അതേ കർത്താവേ, തിന്നു, അറിയാതെ ഞാൻ തിന്നുപോയി. എന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയായ, എന്റെ മാംസത്തിൽ നിന്നും മാംസമായ എന്റെ ഭാര്യയെ തന്നപ്പോൾ തിന്നാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തിന്നു എന്ന് പറഞ്ഞോ എന്നാണോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നിരിക്കുന്ന ഈ സ്ത്രീ നൽകിയപ്പോൾ തിന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരെയും എന്റെ മാംസം
എൻ്റെ അസ്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് പറഞ്ഞത്? നീ എൻ്റെ കൂടെ ഇരിപ്പാൻ തന്ന ഇവൾ തന്നു എന്നാണ്. അങ്ങനെ ഇവൾ തന്നതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്, ഞാൻ നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു? അന്നു മുതൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഐക്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഏറ്റവും കൂടുതലും കുറ്റപ്പെടുത്തലും വഴക്കുണ്ടാക്കലുമാണ്. ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ ഐക്യതയോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ് എന്ന് കാണാം. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ചില കുടുംബങ്ങൾ മാത്രമാണ്. നിങ്ങൾ വിചാരിക്കും വിശ്വാസിയുടെ കുടുംബത്തിൽ കുഴപ്പമില്ലെന്ന്. അവിടെ പിശാച് പ്രവർത്തിക്കും. ഞാൻ വിശ്വാസിയായോണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. നിന്റെ കുടുംബത്തിലാണ് അവൻ പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്. മരിച്ചവരെ കൊണ്ട് പിശാചിന് ഒരു പണിയുമില്ല. കാരണം ഓൾറെഡി അവന്റെ കയ്യിലാണുള്ളത്. നിന്റെ കുടുംബത്തിലാണ് അവന് പ്രവർത്തിക്കാനിടയാവുന്നത്. യേശുവിൽ വിശ്വസിച്ച് അവന്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ല സാക്ഷ്യമുള്ളവനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കർത്താവിന് വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മക്കളെക്കുറിച്ച് കണ്ടിട്ടില്ലേ? അവരുടെ പിന്നാലെയാണ് പിശാച് പോകുന്നത്. അവരുടെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാനിടയാകും. ഇവിടെ എൻ്റെ മുൻപിലായിരിക്കുന്നതായ കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഐക്യതയുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഏത് വിഷയത്തിലും കുടുംബത്തിൽ ഏക അഭിപ്രായത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ ആയിരിക്കുന്നുണ്ടോ? ഒരു വീട് വാങ്ങാൻ പറയുമ്പോൾ ശരിയാണ്, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. ഒരു ബൈക്ക് വാങ്ങാം, അത് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഞാനൊരു സാരി വാങ്ങാൻ പോവുകയാണ്, ഇപ്പോൾ സാരിയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ശരി, വേണ്ട എങ്കിൽ വേണ്ട. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കും, എൻ്റെ കാശ് കൊടുത്ത് വാങ്ങും, എൻ്റെ ചിട്ടിപ്പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കും. നിങ്ങളുടെ കൂടെ വന്നാൽ പിന്നെ ഒരു സാരി പോലും വാങ്ങാൻ കഴിയത്തില്ല എന്ന് വഴക്കുണ്ടാക്കിയിരിക്കുകയാണോ? അല്ലാതെ ശരിയാണ്, കുഴപ്പമില്ല, സാരി വേണ്ട, പിന്നെ വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്നവർ കുറവാണ്. ഏക മനസ്സ് വരുന്നില്ല. കാരണം പിശാച് അവിടെ കയറിയിട്ട് ഭിന്നത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സഭയെന്ന് പറയുമ്പോൾ എല്ലാവരും കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഇടമാണ് സഭ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം ഒരു സഭയാണ്. എല്ലാ ഭാര്യയും ഭർത്താവും ഓരോ ഭർത്താക്കന്മാരും ഓരോ ശുശ്രൂഷകന്മാരാണ്. പുരോഹിതന്മാരെ പോലെ തന്നെയാണ്, ദൈവദാസന്മാരെ പോലെയാണ്. കുടുംബത്തിൽ ഭാര്യയെ ഇരുത്തി മക്കളെ ഇരുത്തിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇന്ന് യജമാനൻ തന്നെ റോഡിൽ കൂടി നടക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് കുടുംബങ്ങളിലെ പുരുഷന്മാർ മദ്യപാനികളായിരിക്കുകയാണ്. ഒരുപാട് കുടുംബത്തിലെ പുരുഷന്മാർ വ്യഭിചാരികളായി നടക്കുകയാണ്. അനേകം കുടുംബത്തിലെ പുരുഷന്മാർ മടിയന്മാരായി ജീവിക്കുകയാണ്. എനിക്ക് ഒരുപാട് ആളുകളെ അറിയാവുന്നതാണ്. സ്ത്രീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുടുംബം നോക്കി നടത്തുന്ന സമയത്ത് പുരുഷൻ ജോലി ചെയ്യാതെ മടിയനായിട്ട് ഭവനത്തിലിരുന്ന് വെറുതെ തിന്നുമുടിക്കുന്ന വ്യക്തിയായിട്ട് മുൻപോട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം. തൻ്റെ സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ നീചനായ വ്യക്തിയാണെന്ന് ബൈബിൾ പറയുന്നു. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മകനാണെന്ന് പറയുന്നതായ പ്രിയ സഹോദര, നിന്റെ ഭാര്യയെയും മക്കളെയും നോക്കേണ്ടതായ ചുമതല തീർച്ചയായും നിന്റെ മേലുണ്ട്. എന്നാൽ ഒരുപാട് കുടുംബങ്ങളിൽ ഈ ദിവസം പിശാച് താണ്ഡവമാടുകയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സമാധാനമില്ല. ഭാര്യയും ഭർത്താവും ഒരാൾ മറ്റൊരാളെ എപ്പോഴും കുറ്റപ്പെടുത്തിയാണ് ജീവിക്കേണ്ടത്. ഏക ശരീരത്തോടെ ആയിരിക്കേണ്ടവർ വ്യത്യസ്തരായി ജീവിക്കുന്നു. അവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കത്ത് വന്നു. ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണ്, ദൈവദാസ, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു ജീവിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദുർനടപ്പിൽ വീണു പോകുവാനിടയായി. ഈ ദിവസം ഞാൻ അന്ന് ചെയ്തതായ പാപത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനോടൊപ്പം പോയിരിക്കുന്നു. 2 മക്കളെയും ഉപേക്ഷിച്ചാണ് പോയിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ട് മറ്റൊരാളോടൊപ്പം പോയി. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരു പുരുഷനോടൊപ്പം പോയിരിക്കുന്നു. ദൈവം എന്നോട് ക്ഷമിക്കുമോ? എൻ്റെ ഭാര്യയോട് ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം പണിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ ആയിരിക്കുന്നവർ, ഭിന്നതയിലായിരിക്കുന്നവരുണ്ട്. ഈ അന്ത്യകാലത്ത് പിശാച് കുടുംബങ്ങളിൽ മനുഷ്യർക്കും തമ്മിൽ ഭിന്നത ഉണ്ടാക്കേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കുടുംബങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, കുടുംബ വ്യവസ്ഥയെ തകർക്കുന്നതിനായി പിശാച് ഉണർന്ന് പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന വ്യക്തികളെ സമീപസ്ഥരാക്കുന്നതിന് വേണ്ടി, ഏതു മതക്കാരനാണെങ്കിലും ഭാഷക്കാരനാണെങ്കിലും ദേശക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ധനവാനാണെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടതായ എല്ലാ മക്കളും ഒരേ ശരീരമായ ക്രിസ്തുവിന്റെ അവയവങ്ങളായി ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. സ്നേഹവും ഐക്യതയുമുള്ളവരായിക്കൊണ്ട് ഈ ലോകത്തിന് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറിയുമെന്ന് യേശുക്രിസ്തു വചനത്തിൽ കൂടി പറയാനിടയായി. ഇന്നുള്ളതായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്നേഹമുണ്ടോ? എന്താണ് സംസാരിക്കാത്തത്?
എന്താണ് മറുപടി പറയാത്തത്? ഉണ്ടോ? എല്ലാ സഭക്കാരെയും സ്നേഹിക്കുമോ? അതോ സ്വന്തം സഭക്കാരെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ? സ്വന്തം സഭക്കാരെ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാ മറ്റുള്ള സഭക്കാരെ? അങ്ങനെയാണോ പറയുന്നത്? അവരുടെ കയ്യിലും ബൈബിളുണ്ട്, ഞങ്ങളുടെ കയ്യിലും ബൈബിളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്തോത്രം പോലും പറയാത്തത്? അവരുടെ രീതികൾ വേറെയായിരിക്കാം, അല്ലെങ്കിൽ ഭാഷകൾ വേറെയായിരിക്കാം. അവർ തമിഴ് ക്രിസ്ത്യാനികളായിരിക്കാം, അല്ലെങ്കിൽ മലയാളം ക്രിസ്ത്യാനികളായിരിക്കാം. നമ്മൾ തെലുങ്ക് ക്രിസ്ത്യാനികളായിരിക്കാം. അവർ പണക്കാരായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടവരായിരിക്കാം. അങ്ങനെയാണെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ നാം എല്ലാവരും ഒരുപോലെയല്ലേ? ദൈവത്തിന്റെ മക്കളല്ലേ? ഇതുപോലെ ഒരു ആലയത്തിലേക്ക് വരുന്ന സമയത്ത് നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം ഒരുപോലെയുള്ളവരാണ്. കർത്താവിൽ വിശ്വസിച്ചതായ വിക്ടോറിയ രാജ്ഞിമാരിൽ ഒരു നല്ല രാജ്ഞി ഉണ്ടായിരുന്നു. ഒരുപാട് രാജ്ഞിമാരിൽ ചില ആളുകൾ എതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ അത് നല്ലൊരു രാജ്ഞി ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ രാജ്ഞി ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് തിരുമേശയിൽ പങ്കുചേരുന്നതിന് വേണ്ടി വരുവാനിടയായി. സാധാരണ നിങ്ങളുടെ സഭകളിൽ എങ്ങനെയാണ് തിരുമേശ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചില ആളുകൾ മുൻപോട്ട് വന്നിട്ട് മുഴങ്കാൽ മടക്കും. അവർക്ക് ദൈവദാസൻ കൊടുത്ത ശേഷം ബാക്കിയുള്ള ആളുകൾ വരും. കുറച്ചു പേരെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നടത്താറുള്ളത്. എന്നാൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ സഭയിലെ മുതിർന്ന ശുശ്രൂഷകരും അതിൽ ഭാഗവാക്കാകുവാൻ ഇടയാകും. എന്നാൽ ഇന്ന് അനേകം ആളുകളാൽ നിറയപ്പെട്ടിരിക്കുന്ന സഭകളുണ്ട്. ചില സഭകളിൽ കയറി വരുമ്പോൾ തന്നെ വീഞ്ഞിന്റെ ചെറിയൊരു കുപ്പിയും അതുപോലെ റൊട്ടിയുടെ ചെറിയൊരു കുപ്പിയും അവിടെ തന്നെ കൊടുത്ത് അകത്തോട്ട് കയറ്റിവിടുകയാണെന്നാണ് പറയുന്നത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് ഏത് രീതിയാണെന്ന് എനിക്കറിയില്ല. കർത്താവ് എന്താണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്കാണ് കർത്താവ് കൊടുത്തത്. എന്നാൽ അത് എല്ലാ സഭയിലുമുള്ളവർക്കല്ല. അത് മറ്റുള്ളവർക്ക് പ്രസാദം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത് അല്ല. വിക്ടോറിയ രാജി ഈ സഭയിൽ വന്ന സമയത്ത് മുൻപോട്ട് വന്നിട്ട് അവിടെ മുഴങ്കാലം അടക്കിയിരിക്കാനിടയായി. അപ്പോൾ തന്നെ ആ സഭയിലുണ്ടായിരുന്ന പ്രായമുള്ളതായ ഒരു സ്ത്രീ മുൻപോട്ട് വന്ന് രാജ്ഞിയുടെ അടുക്കൽ തന്നെ മുഴങ്കാലം അടക്കുവാനിടയായി. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് മനസ്സിലായി രാജ്ഞിയാണ് അപ്പുറത്തിരിക്കുന്നത്. അയ്യോ, രാജ്ഞിയുടെ അടുത്താണോ ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതായ സമയത്ത് രാജ്ഞി അവരെ അവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ട് ചെവിയിൽ പറഞ്ഞു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് രാജ്ഞി, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം എല്ലാവരും ഒരുപോലെയാണ് എന്ന്. ദൈവസന്നിധിയിൽ നാം എല്ലാവരും ഒരുപോലെയാണ്. അവിടെ വിദ്വേഷങ്ങൾക്കോ ഭിന്നതയ്ക്കോ ഒരു രീതിയിലുള്ളതുമായ സ്ഥാനവും ഇല്ല. അതാണ് ദൈവം ആശിക്കുന്നത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ കണ്ട് സന്തോഷിക്കുവാനിടയാകും. നിങ്ങളുടെ കോപവും വിദ്വേഷമൊന്നും മനസ്സിൽ വെച്ച് സൂക്ഷിക്കരുത്. നമ്മൾ മനുഷ്യരായകൊണ്ട് പരസ്പരം നാം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നാം അറിയാതെ തന്നെ നമ്മുടെ സംസാരത്തിൽ കൂടി മറ്റുള്ളവർക്ക് വേദന ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? ആ വ്യക്തിയോട് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നിരപ്പ് പ്രാപിക്കേണ്ടതാണ്. വെറുക്കുവാൻ പാടില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടോ? എത്ര പേർക്ക് പറയാൻ കഴിയും എനിക്ക് കോപമുണ്ട് എന്ന്? കൈ ഉയർത്താമോ? ബാക്കിയുള്ളവർക്ക് കോപം ഉണ്ടാകില്ലേ? ജീവനോട് തന്നെയാണ് ഉള്ളത്. എനിക്ക് കൽക്കട്ടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നടക്കുന്ന സമയത്ത് ഞാൻ കോപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് തവണ കോപിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഒരു പെൺകുട്ടി അവിടെ ഇപ്പോൾ കരയുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അസാരമില്ല, കുറച്ചു നേരം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു സാവധാനം. എന്നാൽ വീണ്ടും കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മിണ്ടരുത്. അപ്പോൾ തന്നെ ആ പെൺകുഞ്ഞ് വായടയ്ക്കാനിടയായി. അത്രയും നേരം ഞാൻ പതിയെ പറഞ്ഞിട്ടൊന്നും ആ കുഞ്ഞ് കേട്ടില്ല. എന്നാൽ സമാധാനത്തോടെ പറയാതെ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ശാന്തമായി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരാൾ വന്ന് പറഞ്ഞു, നല്ല പ്രസംഗമായിരുന്നു, കോപിക്കരുതെന്ന് പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞായിട്ട് പോലും എന്തുകൊണ്ടാണ് അത്രയും കോപിച്ചത്? അപ്പോൾ ഞാൻ ചിന്തിക്കാനിടയായി. കോപിക്കാൻ പാടില്ല എന്നാണല്ലോ പ്രസംഗിച്ചത്. അതായത് കോപിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വായിലാരെങ്കിലും സിഗരറ്റ് കൊണ്ട് വയ്ക്കുന്ന സമയത്ത് വേണ്ട, അരുത്, വീണ്ടും സിഗരറ്റ് വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ അയ്യോ വേണ്ട, അരുത് എന്ന് പറയുകയാണോ? അല്ല, ഈ ബ്രാൻഡിയുടെ കുടിക്കാൻ പറയുകയാണെങ്കിൽ അയ്യോ വേണ്ട, അല്ല എനിക്ക് വേണ്ട, അതെടുത്ത് മാറ്റൂ എന്ന് പറയണോ? അങ്ങനെയല്ലേ നാം പറയേണ്ടത്? അതിലേ അതിൻ്റെ ശരിയായ രീതി. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപ വിഷയത്തിൽ മാത്രം കോപിക്കുക, എന്നാൽ പാപം ചെയ്യാൻ പാടില്ല. പാപത്തിന്റെ വിഷയത്തിലല്ലാതെ മറ്റൊരു വിഷയത്തിലും നിങ്ങൾ കോപിക്കുവാൻ പാടില്ല. പാപവിഷയത്തിൽ കോപിക്കണം. യേശുവിന് കോപം വന്നിട്ടുണ്ടോ ഇല്ലയോ? 2 തവണ കോപം വരുവാനിടയായി. ശിശുക്കളെ തന്റെ അടുക്കൽ വന്ന സമയത്ത് തടഞ്ഞതായ ശിഷ്യന്മാരോട് കോപിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ശിശുക്കളെ തടയരുത്, ഇങ്ങനെയുള്ളവരാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കുന്നതെന്ന്. വിശുദ്ധ മന്ദിരത്തെ, ആലയത്തെ വ്യാപാര സ്ഥലമാക്കി മാറ്റിയപ്പോൾ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് കോപത്തോടെ അവരെയെല്ലാം അടിച്ചോടിച്ചിട്ട് അവിടം ശുദ്ധീകരിക്കുവാൻ ഇടയായി. അതായിരുന്നു, അവൻ കോപിച്ചിട്ട് ആരെയും ഉപദ്രവിക്കുക അല്ല ചെയ്തത്. ദൈവിക വിഷയത്തിൽ, വിശുദ്ധിയുടെ വിഷയത്തിൽ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് തടസ്സം വന്നതായ വിഷയത്തിൽ അവൻ കോപിക്കുവാനിടയായി. അതുകൊണ്ട്
നിങ്ങൾ കോപിക്കില്ല എന്ന് പറയുന്നവർ എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കോപിക്കുകയില്ലല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, പിശാച് കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് കോപം വരില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞതെന്ന്. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് കോപം വരികയില്ല, എനിക്ക് വെറുതെ കോപം വരികയില്ല, ആരെങ്കിലും എന്നെ ശല്യം ചെയ്താൽ മാത്രം കോപം വരുമെന്നാണ്. നിങ്ങൾക്കറിയാം, മൂർഖമ്പാവിനെ കൂട്ടിൽ വെക്കുകയാണെങ്കിൽ എങ്ങനെ കിടക്കും? എങ്ങനെ അത് കിടക്കുമെന്ന് കണ്ടിട്ടുണ്ടോ? ആ കൂടയ്ക്കകത്ത് ശാന്തമായിട്ട് ചുരുണ്ട് കിടക്കുന്നത് കാണാം. എന്നാൽ ആ മൂടി എടുക്കുന്ന സമയത്ത്, എന്നാൽ മൂടി തുറന്നാലും വലിയ കുഴപ്പമില്ല, എന്നാൽ കൈ ഇങ്ങനെ ഒന്ന് വെക്കുകയാണെങ്കിൽ എന്നും പറഞ്ഞ് പത്തി കൊടുത്തു. നമ്മുടെ അഹത്തെ തൊടുന്നതായ സമയത്ത്, നമ്മുടെ സ്വാർത്ഥതയെ തൊടുന്ന സമയത്ത് നമുക്ക് എവിടെയുമില്ലാത്ത കോപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കോപം ഉപേക്ഷിക്കുക, ക്രോധം വിട്ടുകളയുക, നിന്റെ കോപമാണ് നിന്റെ ശത്രു എന്ന്. ദിവസം മുഴുവൻ ഒരു വ്യക്തി വയലിൽ പോയി കഷ്ടപ്പെട്ട് വന്നാൽ എത്രമാത്രം ക്ഷീണമുണ്ടാകുമോ അത്രയും ക്ഷീണം തന്നെ 5 മിനിറ്റ് കോപിച്ച് ബഹളം വയ്ക്കുന്ന വ്യക്തിക്കുണ്ടാകുമെന്നാണ്. ഒരു ദിവസം മുഴുവനും വയലിൽ പോയി വേലി കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യന് എത്രമാത്രം ക്ഷീണമുണ്ടാകുമോ അത്രയും ക്ഷീണം തന്നെ 5 മിനിറ്റ് ഒരു വ്യക്തി കോപിച്ച് ബഹളം വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ക്ഷീണിച്ചിട്ട് വെള്ളം തരൂ എന്ന് പറയുന്നത്. കോപിക്കുന്ന വ്യക്തിയുടെ രക്തമെല്ലാം ചൂടായി തിളയ്ക്കുമെന്നാണ് പറയുന്നത്. കോപിക്കുവാൻ പാടില്ല. ദൈവമക്കളായിരിക്കുന്ന നാം പരസ്പരം ക്ഷമിക്കണം, പരസ്പരം നാം സഹിക്കാൻ പഠിക്കണം, സ്നേഹിക്കണം, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവിക്കുവാൻ പഠിക്കണം. ഒരാളെ കണ്ട് മറ്റൊരാൾ സന്തോഷിക്കണം. നിന്നേക്കാൾ നിന്റെ അയൽക്കാരൻ സുഖമായിരിക്കുമ്പോൾ സന്തോഷിക്കുക. നിന്റെ മക്കളേക്കാൾ നല്ല വസ്ത്രങ്ങൾ മറ്റുള്ളവരുടെ മക്കൾ ധരിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് നീ സന്തോഷിക്കുക. നിന്റെ മക്കൾ പാസ്സായില്ല, മറ്റുള്ളവരുടെ മക്കൾ പാസ്സായെങ്കിൽ എന്തു ചെയ്യണം? ആനന്ദിക്കണം. എന്താണ് ചെയ്യേണ്ടത്? സന്തോഷിക്കണം. ഇന്നങ്ങനെ ചെയ്യില്ല. അവരുടെ മക്കൾ എന്തുകൊണ്ട് പാസ്സായി, എന്റെ മോൻ എന്തുകൊണ്ട് പാസ്സായില്ല? ഞാൻ ഗ്രാമത്തിലും കണ്ടിട്ടുണ്ട്. ഇത് 1984 ആയിരുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ ദൈവവേല ചെയ്ത സമയത്ത് ഒരു ദിവസം സഭയിലേക്ക് ഒരു വിശ്വാസിനി ഓടി വരികയാണ്. പാസ്റ്റർ നിങ്ങൾ പറയണം, പാസ്റ്റർ നിങ്ങൾ പറയണം. ഞാൻ ചോദിച്ചു, എന്താണ് പറയേണ്ടത് സഹോദരി? ഞാനും എന്റെ അയൽക്കാരിയും ഒരുമിച്ചാണോ സ്നാനപ്പെട്ടത്? ശരിയാണോ? അതെ, ഒരുമിച്ചാണ്. നിങ്ങളാണല്ലോ സ്നാനപ്പെടുത്തിയത്. അതെ, ശരിയാണ്. ഇപ്പോഴെന്താണ് കുഴപ്പം? ഞങ്ങൾ രണ്ടുപേരും സഭയിൽ വരുന്നുണ്ടല്ലോ. അതെ, വരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും കോഴി വാങ്ങാനിടയായി. അവർ വാങ്ങിച്ച കോഴി മുട്ടയിടുന്നുണ്ട്, ഞങ്ങളുടെ കോഴി മുട്ടയിടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കോഴി മുട്ടയിട്ടില്ലായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവരുടെ കോഴി മുട്ടയിടുന്നുണ്ട്, എന്നാൽ ഇവരുടെ കോഴി മുട്ടയിടുന്നില്ല. എന്തുകൊണ്ട് മുട്ടയിടുന്നില്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇവരുടെ ദുഃഖം എന്താണ്? ഇവരുടെ വേദന എന്താണ്? അവർ നന്നായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ വാങ്ങിച്ച കോഴി മാത്രം മുട്ടയിട്ടത്, ഞാൻ വാങ്ങിച്ച കോഴി എന്തുകൊണ്ടാണ് മുട്ടയിടാത്തത് എന്ന് വല്ലാത്തൊരു വെപ്രാളമാണ്, ദേഷ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കോപം വന്ന സമയത്ത് നിങ്ങൾ മുഖം നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പനോ അമ്മയോ കോപിക്കുന്നതായ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ഒന്നും പറയരുത്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സാവധാനം നിങ്ങളൊരു വലിയ കണ്ണാടി കൊണ്ടുവന്നിട്ട് പതിയെ മുഖത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് മുഖം ചുളിച്ച് ആ ദേഷ്യപ്പെട്ട് വികൃതമായ കണ്ണൊക്കെ ചുമപ്പിച്ച് നോക്കുന്നതായ സമയത്ത് അവർ തന്നെ അത് കണ്ടിട്ട് ചിരിക്കുവാനായിട്ട് നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, ചിരിക്കാനിടയാം. കോപിക്കുമ്പോൾ അവരുടെ മുഖം അവർക്ക് തന്നെ കാണുവാൻ കഴിയുകയില്ല. കാരണം കോപിക്കുന്ന സമയത്ത് നാം പിശാചിന്റെ മുഖഭാവമുള്ളവരാകും. നിന്നിൽ സമാധാനമുണ്ടെങ്കിൽ, നിന്നിൽ സ്വസ്ഥതയുണ്ടെങ്കിൽ, നിന്നിൽ സ്നേഹമുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് യേശുവിന്റെ മുഖം കാണുവാൻ കഴിയും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ ആലയമായിരിക്കാൻ ഒരാൾ മറ്റൊരാളെ വിദ്വേഷിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ പരസ്പരം സ്നേഹത്തോടെയായിരിക്കണം. അതുപോലെ തന്നെ പിശാചിന് നാം നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ പാടില്ല. എന്താണ്? നാം പലപ്പോഴും അപവാദി എന്ന് പറയുമല്ലോ. അപവാദി ആരാണെന്ന് അറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ കൈയുയർത്തുക. നിങ്ങളുടെ ഫ്രണ്ടാണോ, നിങ്ങളുടെ ശത്രുവാണോ? നിങ്ങളുടെ സ്നേഹിതനാണോ, അതോ നിങ്ങൾക്ക് എതിരായുള്ള വ്യക്തിയാണോ? വേദപുസ്തകം പറയുന്നു, നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാച്. യേശുവിൽ നാം വിശ്വസിച്ചതിന് ശേഷം നമ്മുടെ ശത്രു ആരാണ്? പിശാച്. അവൻ നമ്മുടെ പഴയ ഫ്രണ്ടാണ്. അവനായിരുന്നു നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്. എന്നാൽ നാം കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ അവന് ഇടം കൊടുക്കാൻ പാടില്ല. അവന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. പിശാചിന് ഇടം കൊടുക്കുവാൻ പാടില്ല. എവിടെയാണ് കള്ളം പറയുന്നത്, എവിടെയാണ് വ്യാജമുള്ളത്, എവിടെയാണ് ബഹളവും കോപവുമുള്ളത്, അവിടെ പിശാച് കടക്കുവാനിടയാകും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ പിശാചിന് ഇടം കൊടുക്കരുത്. ഈ അന്ത്യകാലത്ത് അവൻ മനുഷ്യനെ തെറ്റിക്കുന്നതിന് വേണ്ടി ഉപായങ്ങൾ വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ്. മനുഷ്യരെ തമ്മിൽ തെറ്റിച്ചു കളയേണ്ടതിനു വേണ്ടി, മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കേണ്ടതിനു വേണ്ടി, കുടുംബങ്ങളെ ചിതറിക്കുന്നതിന് വേണ്ടി, സ്നേഹത്തെയും സമാധാനത്തെയും ഐക്യതയെയും ഒക്കെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു.
എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യനെ ഐക്യതയിലാക്കാനാണ്. മുമ്പ് ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കാൻ വേണ്ടിയാണ്. ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് ദേശക്കാരനാണ് എങ്കിലും, ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഏതവസ്ഥയിലുള്ളവനാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെല്ലാം തന്നെ ഒരേ ശരീരമായ ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആയിരിക്കുന്നു. നാം സ്നേഹത്തിൽ സന്തോഷത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം. എല്ലാവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. സത്യം പറയുക, നിങ്ങൾ കള്ളം പറയത്തില്ലേ? യഥാർത്ഥം പറയുക, സത്യം പറയുക. നിങ്ങൾ കോപിക്കുകയില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ കോപവും ദേഷ്യവുമുണ്ടോ? കർത്താവ് നിന്റെ ഹൃദയത്തെ കാണുന്നുണ്ട്. സത്യമാണ് ദൈവം, എനിക്ക് ഒരുപാട് കോപമുണ്ട്. ചെറിയ ചെറിയ വിഷയത്തിൽ പോലും ഞാൻ മുൻകോപിക്കുന്നതായ വ്യക്തിയാണ്. കോപത്തെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് കർത്താവിനോട് പറയുക. എത്രയോ തവണ ഞാൻ അനാവശ്യമായിട്ട് കള്ളം പറയുന്നുണ്ട്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന അസത്യങ്ങളെ ഞാൻ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്നെ അനുഗമിച്ച് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് സത്യസന്ധത നൽകുമാറാകണമേ. വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ മകനായിട്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. അതിനാവശ്യമായ ദൈവകൃപ നൽകുമാറാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, ഈ സമയത്ത് നിന്റെ നാമത്തിൽ ഇവിടെ കൂടി വരുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നിനക്ക് നന്ദി കരയറ്റുകയാണ്. വളരെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും വളരെ ഐക്യതയോടുകൂടി ദൈവകൃപയോടുകൂടി അനുഗ്രഹിക്കപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി, കരുണയുള്ളവരായിട്ട്, ദയ ഉള്ളവരായിട്ട്, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനായിട്ട്, പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ പരസ്പരം ഉപകാരം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏതു ഹൃദയത്തിലാണ് കോപമുള്ളത്, ദേഷ്യമുള്ളത്? ഏതു ഹൃദയത്തിലാണ് നിന്ദയുള്ളത്, അപമാനമുള്ളത്? കർത്താവെ, എല്ലാവരെയും നീ ദർശിക്കുമാറാകണമേ. അവിടെ ഹൃദയത്തിൽ നിന്ന് ആ ദോഷത്തെയും അപമാനത്തെയും നിന്ദയെയും എല്ലാം നീ എടുത്തു മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രോഗത്താലും ശാരീരിക വേദനയാലും ആയിരിക്കുന്ന ആളുകളെ നിന്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിലുള്ളതായ വിടുതലും അനുഗ്രഹവും എന്നെ കേൾക്കുന്ന സകല വ്യക്തികൾക്കും കൊടുക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ